ഇല്ലാതെ മഴവെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ ഇന്ന് കണ്ട്. ഈ വാർഡിലെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ വോട്ട് ചോദിക്കാൻ അങ്ങനെ എന്നാൽ കഴിയുന്നത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തിരിക്കും. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. വാലിയാണ്ടി ചാനലിൻ്റെ സ്ഥാനാർത്ഥികളൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ 10ാം വാർഡായ തേമ്പുഴ ഈസ്റ്റിലെ NDAയുടെ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥിയായ ശ്രീ ബീന ടിയോടൊപ്പമാണ്. നമുക്ക് നമ്മുടെ ചോദ്യോത്തര പരിപാടിയിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? കേട്ടു. അപ്പോൾ നമ്മുടെ ചോദ്യോത്തര പരിപാടിയിലേക്ക് തന്നെ നേരിട്ട് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് താങ്കളുടെ മറുപടിയെങ്കിൽ താങ്കൾ ജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നതാണ്? അതായത് സാധാരണ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ചോദ്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. താങ്കളുടെ മറുപടി ഇതിലേക്ക് ശ്രമിക്കും. ഓക്കെ. 4 ലക്ഷം രൂപ കൊണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഒരു വീട് പണിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ കൂട്ടിക്ക പഞ്ചായത്തില് സാധാരണക്കാരും കൂലിപ്പണി ചെയ്യുന്ന ജനസമൂഹം, കർഷകര്, കർഷക മേഖലയിലൊക്കെ വളരെ റബ്ബർ കർഷകർക്ക് റബ്ബറിന് വിലയില്ല. പിന്നെ കൂലിപ്പണി ചെയ്തുകൊണ്ട് വരുന്ന ഇന്നത്തെ സാധന വില, ഇതെല്ലാം കൊണ്ട് സാധാരണക്കാരിൽ സാധാരണയായവർക്കാണ് ഈ ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ അനുവദിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് ഈ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവര് ഒരു വീടിന് എങ്ങനെ അതുങ്ങൾ കിടക്കുന്നെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വിധവകളായിരിക്കാം, അല്ലെങ്കിൽ ആരാരും ആശ്രയമില്ലാത്തവരായിരിക്കാം. ഇപ്പൊ ഈ ലൈഫ് പദ്ധതിയിൽ എന്നല്ല, കേറി കിടക്കാൻ ഒരു കൂരയില്ലാതെ മഴവെള്ളം വീണുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ ഇന്ന് കണ്ട്. ഈ വാർഡിലെ ഒരു പ്രതിനിധിയായിട്ട് ഞാൻ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. പക്ഷെ അവർക്ക് ആശ്രയം ആരുമില്ല. അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപ കൊടുത്താൽ ആ 4 ലക്ഷം മേടിച്ചുകൊണ്ട് അവർക്ക് വെറുതെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. എന്താന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനില്ല അതുങ്ങൾക്ക്. ഇന്നത്തെ സാധന വില, ഓരോ സാധനങ്ങൾക്കും ഈ സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന നികുതി, അതിന്റെ ആ ഓരോരോ കാര്യം, അത് ഏകദേശം ഒരു 10 ലക്ഷം രൂപയെങ്കിലും സർക്കാർ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏകദേശം കയറി കിടക്കാനുള്ള ഒരു വീട് തട്ടിക്കൂട്ടി ഇന്നത്തെ സാഹചര്യത്തില് 10 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. അതാണ് ആവശ്യം. എന്താ എന്ന് വെച്ചാൽ ഈ ലൈഫ് പദ്ധതിയിൽ പെടുന്നത് ഏറ്റവും താഴെ തട്ടിലെന്ന് വെച്ചാൽ അവർക്ക് ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം. ചിലപ്പോൾ വിധവകളായിരിക്കാം, പ്രായമായവരായിരിക്കാം. ഞാൻ കണ്ടതാ ഓരോ വീടുകളിലും ആൾക്കാരുടെ മറ്റുള്ളവരുടെ ഒരു സഹായം നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ ചെലവും കഴിഞ്ഞിട്ട് ചിലപ്പോൾ കൂലിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും അവനവന്റെ കുട്ടികളെ പഠിപ്പിക്കാനും അവരവരുടെ പിന്നെ അന്നത്തേക്കുള്ള എന്ന് വെച്ചാൽ ആരും വലിയ കോടീശ്വരരോ ഒന്നുമല്ല, അന്നത്തേക്കുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുക. അപ്പോഴാ ഇപ്പൊ സർക്കാർ കൊടുക്കുന്ന ഈ 4 ലക്ഷം കൊണ്ട് ഒന്നും ആകുകയില്ല എന്നാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. പറ്റുമെങ്കിൽ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് അവരെ സഹായിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കയറി കിടക്കാം. എങ്ങനെ ഒരു 2 മുറി, ഒരു ചെറിയ അടുക്കള, ഒരു ചെറിയ ഇങ്ങനെയൊക്കെ വെച്ചൊന്ന് കയറി കിടക്കാൻ പറ്റും. അത്രമാത്രം ഈ 10 ലക്ഷം കൊണ്ടുമാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു കയറി കിടക്കാം, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ എൻ്റെ 10ാം വാർഡിൽ തന്നെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, വീടില്ലാതെ മഴവെള്ളം വീണ് എന്നെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. എനിക്കൊരു അവസരം തരുവാണെങ്കിൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നല്ല രീതിയിലുള്ള താങ്കളുടെ മറുപടി ഞങ്ങൾ സന്തോഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? പ്രത്യേകിച്ച് റബ്ബർ കൃഷി എന്ന് നമ്മൾ ചോദ്യത്തിന് ഒരു കാരണം, നമ്മുടെ മേഖലയിൽ കൂട്ടിക്ക പഞ്ചായത്തും പരിസരത്തിലുള്ള മറ്റു പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് റബ്ബർ കൃഷിയും റബ്ബർ കർഷകരുമാണ്. അപ്പം അവർക്ക് വരുമാനമില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എല്ലാ മേഖലയിലും താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. കച്ചവടക്കാർക്ക് കച്ചവടമില്ല, ജീവിത നിലവാരം ഏറ്റവും താഴോട്ട് പോകുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു കൈത്താങ്ങ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യത്തിന്റെ ആശയം. ഓക്കെ. ഞാനും ഒരു കർഷകന്റെ ഭാര്യയാണ്. എനിക്കും ഈ റബ്ബർ വില ഇങ്ങനെ താഴ്ന്നു നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തിലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. റബ്ബറിന് വില കൂട്ടിത്തരണം. അങ്ങനെ എന്നാൽ കഴിയുന്നത് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്തിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ എനിക്ക് ഈ
തെരഞ്ഞെടുപ്പിലൂടെ എനിക്കൊരു വിജയം വന്ന് ഞാൻ ഈ വാർഡിൻ്റെ ഒരാളായി മാറിയാൽ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ അതെല്ലാം ചെയ്യും. അത് എന്താണെന്ന് എന്നെ ഈ വാർഡിൻ്റെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്താൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തുള്ളൂ, എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന്. നമ്മൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. 3ാമത്തെ ചോദ്യം, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? അതായത് നമ്മുടെ ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് ആ വാർഡിനെ കുറിച്ച് ശരിയായ ഒരു പഠനം നടത്തി ആ വാർഡിൽ ഏതാണ് ഏറ്റവും ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അതൊരു സ്വപ്ന പദ്ധതിയായിട്ട് ഏതൊരു സ്ഥാനാർത്ഥിക്കും കാണും. അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി താങ്കൾക്കുണ്ടോ? എനിക്ക് ഒരു സ്വപ്ന പദ്ധതി എന്നുള്ളത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വരണമെന്നായിരുന്നു എൻ്റെ ഒരു സ്വപ്ന പദ്ധതി. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കഴിഞ്ഞ ഞങ്ങളെല്ലാവരും കൂടെ ഗ്രാമസഭ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ വാർഡിന്റെ സജിമോൻ അവിടെ പറഞ്ഞു, കേന്ദ്ര പദ്ധതിയിൽപ്പെടുത്തി ഇവിടെ കാണത്തക്കതായ ഒരു കാര്യം ചെയ്യണം, അതിന് കേന്ദ്ര പദ്ധതി ഉണ്ട്, അതെടുത്ത് കാണത്തക്കതായ ഒരു കാര്യം ഈ വാർഡിൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഗ്രാമസഭയിലിരുന്ന് ഞാനാണ് അവിടെ പറയുന്നത്, ഇവിടെ നമുക്ക് ആവശ്യം, ഇന്ന് ഞങ്ങൾ ശുഭാനന്ദാശ്രമത്തിൽ വെച്ചാണ് ഈ ഗ്രാമസഭകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം അവിടെ നടത്തുന്നത്. ഞങ്ങളുടെ 10ാം വാർഡിൽ ഒരു കമ്മ്യൂണിറ്റി ഹാള് ഇല്ല. ഇപ്പം ഞാൻ LDFന്റെ പ്രസ്താവനയിൽ കണ്ടത് കമ്മ്യൂണിറ്റി ഹാള് ഇവിടെ അവർ സാക്ഷാത്കരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ കമ്മ്യൂണിറ്റി ഹാള് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ഇതുവരെ അത് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ വാർഡിലെ ഏറ്റവും നല്ലൊരു മനുഷ്യനായ നമ്മുടെ കോട്ടപ്പുറം തങ്കച്ച സാറ് അതിന് വേണ്ടിയിട്ട് സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേന്ദ്ര ഫണ്ട് എടുത്ത് അവരിത് ചെയ്യാം എന്നുള്ള കാര്യം ഇവിടെ എനിക്ക് അതിനെപ്പറ്റിയും കൂടുതൽ അറിയത്തില്ല. ഇവിടെ ചെയ്തിട്ടില്ല, നിലവിൽ ചെയ്തിട്ടില്ല. പക്ഷെ അത് ചെയ്യണം എന്ന് ഞാനാണ് ഗ്രാമസഭയിൽ അത് ഉന്നയിച്ചത്. ഇവിടെ ഞങ്ങളുടെ അംഗൻവാടിക്ക് വളരെ ശോചനീയാവസ്ഥയിലാണ്, അത് കഴിഞ്ഞു പോകുന്ന ഒരു ഇടുങ്ങിയ സ്ഥലത്താണ്. അതിനു വേണ്ടി കൂടെയാണ് തങ്കച്ച സാറ് അത് ചെയ്തിരിക്കുന്നത്. എന്നെ ഈ വാർഡിലെ ഒരു പ്രതിനിധിയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുവാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിറ്റി ഹാള് അത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് എന്നാൽ കഴിയും വിധത്തിലുള്ള എല്ലാ സഹായങ്ങളും ഞാൻ അത് ചെയ്യും. അംഗൻവാടി അത് ചെയ്യും. പിന്നെന്ന് പറയുമ്പോൾ എനിക്ക് വയോജനർക്ക് ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വയോജനർക്ക് ഒത്തുചേർന്ന് ഇരുന്ന് ഇച്ചിരി കാര്യങ്ങളൊക്കെ പറയാനും അവർക്ക് വേണ്ടിയിട്ട് ഒരു സന്തോഷം കണ്ടെത്താനും കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടും അതും എൻ്റെ ഒരു ഇതൊക്കെയാണ്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും അവർക്ക് വൈകുന്നേരങ്ങളിൽ ഒത്തുചേർന്നിരുന്ന് വർത്തമാനം പറയും, ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇതൊക്കെ വേണമെന്നും എൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അതെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ എന്നെ ഈ വാർഡിലെ ഒരാളായി തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഞാൻ കേന്ദ്ര ഫണ്ടുകൾ ഉപയോഗിച്ച് അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. കേന്ദ്ര ഫണ്ടുകൾ ഒരുപാടുണ്ട്, അതെടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ വാർഡിൽ. അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതാണ് താങ്കളുടെ ആ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത്. വളരെ നന്ദി നമ്മുടെ പ്രോഗ്രാമുമായിട്ട് സഹകരിച്ചതിന്. കുട്ടിക്ക പഞ്ചായത്ത് 10ാം വാർഡിലെ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ പേര് ബീനാറ്റി. നല്ലവരായ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോടു കൂടിയും നിങ്ങളുടെയൊക്കെ മനസാക്ഷിയുടെ അംഗീകാരം താമര ചിഹ്നത്തിൽ വോട്ടുകളായി രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന പ്രകാശ് S-നെയും താമര ചിഹ്നത്തിൽ വിജയിപ്പിക്കണമെന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഷീബ രാജുവിനെ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ശ്രീമതി ഷീബയെ ജില്ലയിലേക്കും വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഞാൻ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളും.